ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നേ. ബുദ്ധാസ് ഹാൻഡ് എന്നുള്ള സിട്രോൺ ഫ്രൂട്ടിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത്. ഒരുപാട് പേരെന്നെ വിളിച്ചു, ഒത്തിരി സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അവരെല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത്? കുറച്ചുകൂടി നന്നായിട്ട് ആ ടോപ്പിക്ക് എലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നില്ലേ? ഇതായിരുന്നു അവരുടെ ചോദ്യം. ചോദ്യം ന്യായമാണ്. ക്യാമറയുടെ മുന്നിലോ പിന്നിലോ പ്രവർത്തിച്ച യാതൊരു മുൻപരിചയവും എനിക്കില്ല. യൂട്യൂബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ അതിൻ്റെ സാങ്കേതിക വശങ്ങളോ എഡിറ്റിങ്ങോ ഒന്നും എനിക്ക് വശവുമില്ല. ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. വിദേശത്തെത്തുന്ന ഏതൊരാൾക്കും ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ദിനം പ്രതി ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഓർമ്മകൾക്ക് നിറം പങ്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അതിനെ ജീവസുറ്റതാക്കാനായിട്ട് ഇത്തരം ഓർമ്മകൾ നല്ലതായിരിക്കും എന്നുള്ള ചിന്താഗതിയിലാണ് ഞാനത് ചെയ്തത്. സംഭവം സിമ്പിളാണ്. ആരെയും കാണിച്ചു കൊടുക്കാനായിട്ട് ഭാവിയിൽ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുത്ത വീഡിയോകളൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണിക്കുന്ന വീഡിയോസ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒത്തിരി പെർഫെക്ഷനോടുകൂടി നല്ല വൃത്തിക്ക് എടുത്ത വീഡിയോകളൊന്നും തന്നെ എൻ്റെ കൈവശം ഇല്ല. അതുപോലുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു ആ ബുദ്ധാസ് ഹാൻഡിൻ്റേത്. ശരിക്കും അതിൻ്റെ ആകാര സൗകുമാര്യമാണ് എന്നെ ആകർഷിച്ചത്. അടഞ്ഞ കൈകളും തുറന്ന കൈകളും പോലുള്ള ആ ഷേപ്പ് അത് തീർച്ചയായിട്ടും ആരെയും ആകർഷിക്കും. ഞാൻ ഓടിപ്പോയി മൊബൈലിൽ നോക്കി GK വർദ്ധിപ്പിച്ച സന്തോഷത്തിൽ തിരിച്ചു വരികയും ചെയ്തു. അത്രയൊക്കെയുള്ള ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അത്. അതിൽ കൂടുതൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ സംഭവങ്ങളൊക്കെ ചെറുതായി പോയത്. എന്തായാലും ഞാനിനി അത് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചേക്കാം. ഇനി നമ്മുടെ കഥാപാത്രത്തിലേക്ക് തിരികെ വരാം. സിട്രോൺ ഫ്രൂട്ട് നാരങ്ങ പോലെ പുറമേ തോന്നുമെങ്കിലും ഉള്ളിൽ നാരങ്ങയേ അല്ല, അതിൻ്റെ സെസ്റ്റാണ് എടുക്കുന്നത്. സെസ്റ്റ് എന്ന് പറയുമ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം, മഞ്ഞ ഭാഗം വെള്ള കലരാതെ ചുരണ്ടിയെടുക്കണം. അതല്ലാന്നാണെങ്കിൽ കയ്പ്പുണ്ടാവും. ഫ്ലേവർ കൊടുക്കാനായിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ ബുദ്ധാസ് ഹാൻഡിന് ശരിക്കും പറഞ്ഞാൽ കയ്പില്ല. അതൊരു വലിയൊരു ഗുണമാണ്. പിന്നെ ലെമണിൻ്റെ ഫ്ലേവറിനേക്കാളും ഇതിന് മുന്നിൽ നിൽക്കുന്നത് ലാവൻഡറിൻ്റെ ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ ഇത് പെർഫ്യൂമിൽ ഉപയോഗിക്കുന്നുണ്ട്, കോക്ടെയിൽസ് ഉപയോഗിക്കുന്നുണ്ട്, ജ്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട്, കറികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലേവറിഷ് എലിമെൻ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹെവൻലി സ്മെല്ലെന്നാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത്. അതൊരു വളരെ ആപ്റ്റായിട്ടുള്ളൊരു വേർഡാണ്. ഈ അമേരിക്കക്കാരുണ്ടല്ലോ, വർഷത്തിലൊരിക്കൽ മാത്രമാണ് കുക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അവർക്ക് ഈ ജ്യൂസും എല്ലാ സംഭവങ്ങളും ഭക്ഷണ സാധനങ്ങളും എന്താണെങ്കിലും അവർക്ക് കുറച്ച് ഫ്ലേവർ വേണം. അവർക്ക് മസാലകളല്ല പ്രാധാന്യം. അതിൽ നമ്മുടെ ബുദ്ധാസ് ഹാൻഡ് ശരിക്കും ഇതിൻ്റെ ലാവൻഡറിഷ് സ്മെല്ല് കാരണം പെർഫ്യൂംസിന് എന്തായാലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ബുദ്ധിസ്റ്റ് മോങ്കുകളാണെങ്കിൽ അമ്പലങ്ങളിൽ ഓഫർ ചെയ്യാനായിട്ട്, അതുകൂടാതെ ന്യൂ ഇയറിന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് ഒക്കെ ഇതിന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തായാലും അടുത്ത തവണ ടർക്കി കുക്ക് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി കഥകളൊക്കെ വീണ്ടും പറയാം കേട്ടോ.